ഭരണരംഗത്ത് വലിയ ധാർമ്മിക വിവാദങ്ങൾക്കാണ് ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത്. മുൻ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് നവീൻ ബാബുവിന്റെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിലെ പ്രമുഖ ഉദ്യോഗസ്ഥനെയാണ് CPIM കണ്ണൂരിൽ നിയമസഭാ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അന്വേഷണം ഇപ്പോഴും എങ്ങും എത്താതെ കേസിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നവരുടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് തന്നെ ഉദ്യോഗസ്ഥൻ സ്ഥാനാർത്ഥിയാകുന്നത് നീതിന്യായ വ്യവസ്ഥയോടുള്ള കൊഞ്ഞനം കുത്തലാണെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. 2024 ഒക്ടോബർ 15-ന് കണ്ണൂരിലെ ഔദ്യോഗിക വസതിയിലാണ് ADM നവീൻ ബാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ ദുരൂഹമരണം അന്ന് സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കിയിരുന്നു. സ്ഥലമാറ്റത്തിന്റെ ഭാഗമായി നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ വെച്ച് അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ പരസ്യമായി അഴിമതി ആരോപണം ഉന്നയിച്ച് അദ്ദേഹത്തെ അവഹേളിച്ചത് വലിയ ചർച്ചാ വിഷയമായി. ഈ പരസ്യമായ അപമാനവും റവന്യൂ വകുപ്പിലെ ചില ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള അഭിപ്രായ ഭിന്നതകളും സർവേ സംബന്ധമായ കടുത്ത സമ്മർദ്ദങ്ങളുമാണ് നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു പ്രധാന ആരോപണം. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടുകൾ ആത്മഹത്യ എന്ന നിഗമനത്തിൽ എത്തിച്ചേരാൻ ശ്രമിച്ചെങ്കിലും നവീൻ ബാബുവിന്റെ ഭാര്യയും ബന്ധുക്കളും ശക്തമായി സംശയങ്ങൾ ഉന്നയിച്ചതോടെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കേണ്ടി വന്നത്. എന്നാൽ സംഭവം നടന്ന് 1 വർഷം പിന്നിടുമ്പോഴും ഈ കേസ് എങ്ങും എത്താതെ നിൽക്കുകയാണ്. നവീൻ ബാബുവിന്റെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഹർജികൾ തള്ളിപ്പോവുകയായിരുന്നു. സംസ്ഥാന പോലീസ് അന്വേഷണം പക്ഷപാതപരമാണെന്ന കുടുംബത്തിന്റെ ആരോപണങ്ങൾക്ക് ശക്തി നൽകുന്ന രീതിയിലാണ് പിന്നീട് കാര്യങ്ങൾ നീങ്ങിയത്. കേസ് അട്ടിമറിക്കപ്പെട്ടോ എന്ന സംശയം ശക്തമായി നിലനിൽക്കുന്ന ഈ ഘട്ടത്തിലാണ് കേസ് അന്വേഷിച്ച പ്രധാന ഉദ്യോഗസ്ഥരിൽ ഒരാളായിരുന്ന മുൻ അസിസ്റ്റന്റ് കമ്മീഷണറെ CPIM സ്ഥാനാർത്ഥിയാക്കി രാഷ്ട്രീയ ഗോതയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നീതി നിഷേധിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥന് ഭരണകക്ഷിയുടെ സ്ഥാനാർത്ഥിത്വം ലഭിക്കുന്നത് അന്വേഷണത്തിൽ ഭരണകൂടത്തിന് നേരിട്ട് പങ്കുണ്ടായിരുന്നു എന്ന ആരോപണങ്ങൾക്കാണ് അടിവരയിടുന്നത്. ഇത് കേസ് ഫയലുകൾ മരവിപ്പിക്കാനും യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാനുമുള്ള ഭരണപക്ഷത്തിന്റെ തന്ത്രപരമായ നീക്കമാണ് എന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. CPIMന്റെ ഈ നടപടി രാഷ്ട്രീയ ധാർമ്മികതയുടെ എല്ലാ അതിരുകളും ലംഘിക്കുന്ന ഒന്നാണ്. നവീൻ ബാബു കേസിൽ ഇപ്പോഴും ഒരു വഴിത്തിരിവും ഉണ്ടായിട്ടില്ല എന്ന വസ്തുത നിലനിൽക്കെ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥന് പാർട്ടി ടിക്കറ്റ് നൽകുന്നത് തിരഞ്ഞെടുപ്പ് ലാഭത്തിനായി നീതിന്യായ പ്രക്രിയയെ അവിഹിതമായി സ്വാധീനിച്ചു എന്ന ആരോപണങ്ങൾക്കാണ് ശക്തി പകരുന്നത്. സത്യം പുറത്തുവരാത്ത ഒരു കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥന് സ്ഥാനാർത്ഥിത്വം നൽകുന്നത് കേസിന്റെ ഫലം മുൻപേ എഴുതി വച്ചതിന്റെ തെളിവാണ് എന്ന പ്രതിപക്ഷ ആരോപണത്തെ തള്ളിക്കളയാൻ CPIMന് സാധിക്കില്ല. നീതി ലഭിക്കാനായി ഇപ്പോഴും കാത്തിരിക്കുന്ന നവീൻ ബാബുവിന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും ഈ വാർത്ത നൽകുന്ന സന്ദേശം അങ്ങേയറ്റം നിരാശാജനകവും വേദനാജനകവുമാണ്. പ്രിയപ്പെട്ടവൻ മരണപ്പെട്ടതിന്റെ കാരണം പോലും അറിയാൻ കഴിയാത്തതൊരവസ്ഥയിൽ ആ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ ഭരണകക്ഷിയുടെ പ്രതിനിധിയായി നിയമസഭയിലേക്ക് പോകുന്നത് ജനാധിപത്യ സമൂഹത്തിൽ വലിയ പ്രതിഷേധത്തിന് വഴിവെക്കും. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം CPIMന്റെ രാഷ്ട്രീയ കളങ്കമായി മാറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അന്വേഷണം എങ്ങും എത്താതെ നിൽക്കെ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്നത് ഒരു ജനാധിപത്യ സർക്കാരിന് ഒരിക്കലും ഭൂഷണമാകില്ല. നവീൻ ബാബു കേസ് വീണ്ടും പൊതുജന ശ്രദ്ധയിലെത്തിച്ച ഈ സ്ഥാനാർത്ഥിത്വം വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വലിയ കൊടുങ്കാറ്റിന് തിരികൊളുത്തുമെന്നതിൽ സംശയമില്ല.